നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയറും അൽ ഹിലാലും തമ്മിൽ വഴി വിരിഞ്ഞിരിക്കുന്നു. ആ കാര്യം ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അൽ ഹിലാൽ അറിയിച്ചിട്ടുണ്ട്. കോൺട്രാക്ട് ടെർമിനേഷൻ നടന്നു എന്ന്. എന്നാൽ അതിന് തൊട്ട് മുമ്പ് അൽ ഖാദിസിയയുമായിട്ട് അൽ ഹിലാൽ പൊട്ടി. ആ പൊട്ടലിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ അൽ ഹിലാലിനെ കുറിച്ച് ഓർഗെ ഹീസസ് നെയ്മറെ കുറിച്ച് പറഞ്ഞത് എന്താണ്? അതാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. അതായത് നേരത്തെ സൗദി പ്രോ ലീഗിൽ നെയ്മർ ജൂനിയർ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. നെയ്മർ ജൂനിയർ അൽ ഹിലാലിൻ്റെ മറ്റ് താരങ്ങളുടെ നിലവാരത്തിലില്ല, ഫിസിക്കലി നെയ്മർ നല്ല ഷേപ്പിലല്ല എന്നൊക്കെ പറഞ്ഞ അതേ ഓർഗെ ഹീസസ് ഈ അവസാന ഘട്ടത്തിൽ അത് തിരുത്തി പറയുന്നുണ്ട്. ഓർഗെ ഹീസസ് പറഞ്ഞത് നെയ്മർ ഹാസ് ഇംപ്രൂവ്ഡ് ഫിസിക്കലി. നെയ്മർ ഇപ്പം ഫിസിക്കലി വളരെയധികം ഇംപ്രൂവ് ആയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മാറ്റർ, അദ്ദേഹം ഇവിടെ തുടരുമോ ഇല്ലയോ എന്നുള്ളത് ഞാനല്ല തീരുമാനിക്കുന്നത്. ദാറ്റ് ഈസ് അപ് ടു മാനേജ്മെൻറ്റ്. അത് മാനേജ്മെൻറ്റിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. എനിക്കറിയില്ല നെയ്മർ ഇവിടെ തുടരുമോ അതോ ഇവിടം വിടുമോ എന്ന് എനിക്കറിയില്ല എന്നാണ് ഓർഗെ ഹീസസ് അവസാനം പറഞ്ഞത്. എന്തായാലും ഓർഗെ ഹീസസിന് നെയ്മറെ സൗദി പ്രോ ലീഗിൽ കളിപ്പിക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹം ഇപ്പോൾ ഓൾറെഡി ടീം സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലൊരു വിദേശ താരത്തെ ഒഴിവാക്കി നെയ്മറെ കളിപ്പിക്കാനൊന്നും പറ്റില്ല എന്ന നിലപാടാണ് ഓർഗെ ഹീസസ് എടുത്തത്. അതുകൊണ്ട് തന്നെയാണ് ഒടുവിൽ, അതായത് കളിക്കാൻ അവസരം ലഭിക്കാതെ അവിടെ ഇരുന്നിട്ട് കാര്യമില്ല എന്നതുകൊണ്ട് തന്നെയാണ് നെയ്മർ അൽ ഹിലാൽ വിട്ടുപോയത്. ഈ അവസാന ഘട്ടത്തിൽ പക്ഷേ ഓർഗെ ഹീസസ് പറഞ്ഞത് നെയ്മർ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്, പക്ഷെ ഞാനല്ല അതിൻ്റെ ആള് എന്നാണ്. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് എത്താം.